ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 100% സ്കോറോടെ മികച്ച ഒരു റാങ്കിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ ദേവാനന്ദിനെ കാണാനായിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ദേവാനന്ദിൻ്റെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ ദേവാനന്ദ്, അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. യെസ്, അപ്പോൾ കീമിന് 100% സ്കോർ ഉണ്ട്, ജെ അഡ്വാൻസിനും ജെ മെയിനും നല്ലൊരു റാങ്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യൻറ്റിനൊപ്പമുള്ള ജേണി? എക്സ്പെക്ട് ചെയ്തിരുന്നോ പഠിക്കുന്ന ഒരു സമയത്ത് ഇത്ര നല്ലൊരു വിജയം? ഞാൻ 9th ബ്രില്യന്റിൽ ചേർന്നത്. അപ്പൊ വലിയ ഇങ്ങനെ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എഞ്ചിനീയറിംഗിൽ പോകണമെന്നും ഇല്ലായിരുന്നു. 10th ആയപ്പോ ഇങ്ങനെ ചോദിച്ചിരുന്നു ഏതിലേക്കാണ് താല്പര്യം. ബ്രില്യന്റ് തന്നെ ചോദിച്ചപ്പോ മാത്സ് കുറച്ചുകൂടെ ഈസി ആയിരുന്നു അന്ന്, ബയോളജി കാണാതെ പഠിക്കുന്നതിനേക്കാൾ. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ 9ാം ക്ലാസ്സിലാണ് അങ്ങനെ തീരുമാനം വന്നത്? അല്ല, 9ന് ശേഷം 10th ആയപ്പോഴാണ്. പിന്നെ 11th റെസിഡൻഷ്യൽ ബാച്ചിൽ ചേർന്നു. ഞാൻ പ്ലാസഡിലാണ് പഠിച്ചത്. അപ്പോ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. പിന്നെ നല്ല റാങ്ക് കിട്ടി. അപ്പോൾ ഈ +1 +2 പഠനത്തോടൊപ്പമായിരുന്നില്ലേ എൻട്രൻസിന്റെ ഒരു കോച്ചിങ് കൂടെ? അപ്പോൾ അതെങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിച്ചത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണല്ലോ നമ്മുടെ എഞ്ചിനീയറിംഗ്. അപ്പൊ അത് മൂന്നും സ്കൂളിലും ഇതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും എൻട്രൻസിനുള്ള ഒരു മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വേറെ രീതിയിലാണല്ലോ. അതായത് കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെയാണ്, കുറച്ച് ഡീപ്പായിട്ടൊക്കെ ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുമല്ലോ. മറ്റേന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസറുകളൊക്കെ ആയിരിക്കുമല്ലോ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ അത് രണ്ടും എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യാൻ പറ്റിയത്? നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക, അപ്പോൾ MCQ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് എഴുതാനായിട്ട് എക്സാമിനൊക്കെ മുന്നേ ഒന്ന് പഠിച്ചാൽ മതി, എങ്ങനെ എഴുതണം, ഡെറിവേഷൻസ് ഒക്കെ ചുമ്മാ നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഇംഗ്ലീഷും, ഞാൻ ബയോമാത്സ് ആയിരുന്നു, അപ്പൊ ഇംഗ്ലീഷും ബയോയും കുറച്ച് പഠിക്കണമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ പോയി. മാത്സിനോട് ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, മാത്സ് ആണല്ലോ ഏറ്റവും കുറവ് പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മളിരുന്ന് കാണാതെ പഠിക്കണം. ഇത് അത്രയ്ക്ക് പഠിക്കാൻ ഇല്ലാത്തതുകൊണ്ട്, അതായത് മാത്സ് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അതുകൊണ്ടാണ് ഒരു ഇത്. അപ്പോൾ അതുപോലെ ഇപ്പം എഞ്ചിനീയറിംഗ് പല എൻട്രൻസ് പരീക്ഷകളുണ്ട്, ജെ അഡ്വാൻസ്ഡ്, ജെ മെയിൻ, ഇതൊക്കെ ഓൺലൈൻ ആയിരുന്നല്ലോ. പക്ഷേ കീം ഇത്തവണയാണ് ഓൺലൈൻ ആക്കിയത്. അപ്പോൾ ഇത്തവണ ഓൺലൈൻ ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ മോഡിലേക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? നമുക്ക് ജെ മെയിനും ജെ അഡ്വാൻസും ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് എക്സാംസും ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈനാണ് പിന്നെ കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ അല്ലെങ്കിൽ OMR കറപ്പിക്കാൻ അങ്ങനെ സമയം പോകും. പിന്നെ എങ്ങാനും നമ്മൾ ആദ്യം വിചാരിച്ച ആൻസർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ OMR. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം, കൺവീനിയന്റ് ആയിരുന്നു. പിന്നെ ബ്രില്യന്റിൽ നമ്മൾ ഒത്തിരി മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ട്. കീമിന്റെ ആണെങ്കിലും എല്ലാം ലാബിൽ ചെന്ന് എഴുതുന്നതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, എളുപ്പമായിരുന്നു. അപ്പോൾ മോഡൽ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി മോഡൽ എക്സാംസ് നിങ്ങൾ ജെഇമെയിൻ്റെ പാറ്റേണിൽ, ഒരു അഡ്വാൻസിൻ്റെ പാറ്റേണിൽ ടീമിൻ്റെ ഒക്കെ മോഡലുകൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എഴുതിയതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഗുണം യഥാർത്ഥ എക്സാമിലോട്ട് വന്നപ്പോൾ നമ്മൾ യഥാർത്ഥ എക്സാം എഴുതുമ്പോൾ ഒരു ബ്രില്യന്റ് മോഡൽ എഴുതുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളും എളുപ്പമായിട്ടാണ് തോന്നിയത്. ജെഇമെയിൻ ആണെങ്കിലും ബ്രില്യന്റ് മോഡൽസിനെക്കാളും എളുപ്പമായിട്ടാണ് തോന്നിയത്. അഡ്വാൻസ് പിന്നെ കുഴപ്പം, അതിന്റെ ഒരു ഹാർഡ്നെസ് ലെവൽ കാണുമല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ പോയി. പിന്നെ കീം എനിക്ക് നല്ല എളുപ്പമായിട്ടായിരുന്നു തോന്നിയത്. ബ്രില്യന്റില് എളുപ്പമായിരുന്നു. അതുപോലെ ഞാൻ ജൂൺ 8 ആയിരുന്നല്ലേ? അത് കുറച്ച് എളുപ്പമായിരുന്നു. മറ്റുള്ള പരീക്ഷകൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ല, പക്ഷെ ഞാൻ എഴുതിയ ഷിഫ്റ്റില് കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു യൂട്ടിലൈസ് ചെയ്തത്? സ്റ്റഡി മെറ്റീരിയൽസ്, തിയറി ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അപ്പൊ രണ്ടും നമുക്ക് നല്ലോണം ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് തിയറി ഒക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാനും, പിന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ള ബുക്സും അങ്ങനത്തെ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. പറഞ്ഞാൽ ഒത്തിരി ബുക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്രില്യന്റിൽ. ഈ ലേണിംഗ് ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ജെഇമെയിൻ ഒക്കെ മുന്നേ നമുക്ക് ജെഇമെയിൻ്റെ പ്രീവിയസ് ഇയർ മോഡൽസ് അതേപോലെ തന്നെ അതേ ടൈം ലിമിറ്റിൽ നമുക്ക് തരുമായിരുന്നു. അപ്പോൾ 3 hours ജെഇമെയിൻ എഴുതുന്ന പോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. മെയിൻ ആണെങ്കിൽ അഡ്വാൻസിൻ്റെയും 2010 തൊട്ടുള്ള മോഡൽസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. കീമോ അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ
ഈ ഒരു യാത്രയിൽ ചിലപ്പോൾ ഒരു ഘട്ടത്തിലൊക്കെ മാർക്ക് കുറയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും, കുറച്ച് ഡൗൺ ആയി പോകും, എല്ലാ കുട്ടികളും അങ്ങനെ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? അത് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് കൂടുതലാണ്, അടുത്ത പരീക്ഷയ്ക്ക് കുറയും, അങ്ങനെ ഞാൻ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരാളൊന്നുമല്ല. ഇപ്പൊ ചിലപ്പോൾ ഭയങ്കര നല്ല റാങ്ക് വരും, ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് കുറയും. അത് പിന്നെ അതിപ്പോ ചിലപ്പോൾ നമ്മളൊരു ടോപ്പിക്കിന്റെ എക്സാം ആയിരിക്കും, നമ്മൾ ഫൈനൽ എക്സാം വരുമ്പോൾ ആ ടോപ്പിക്കിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനോ വരത്തുള്ളൂ, ചിലപ്പോൾ ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ കാണത്തില്ല. അപ്പോൾ അതിന് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ പഠിക്കുക, അത് സെറ്റ് ആയിക്കോളും. ഏതാണോ തെറ്റിയത് അതെങ്ങനെയാ തെറ്റിയെന്ന് നോക്കുക, അതിന് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കുക, അപ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ ഒരു മെന്ററിങ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ 2 വർഷം അപ്പോൾ 2 വർഷം കൂടെ തന്നെ മെന്റർമാരും മെന്റർ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ എൻ്റെ ക്ലാസ് ടീച്ചർ ഐശ്വര്യ മിസ്സായിരുന്നു. അപ്പം മിസ്സൊക്കെ എപ്പോഴും വിളിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് മാർക്ക് പറഞ്ഞാലും അത് സാരമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ കോർഡിനേറ്റർ ചിൻഡോ സാറായിരുന്നു. ചിൻഡോ സാറാണെങ്കിലും ഹെൽപ്ഫുൾ ആയിരുന്നു, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അത് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ജോൽ സാറൊക്കെ ക്ലാസ്സിൽ ഇടയ്ക്ക് വരുമല്ലോ, അപ്പോൾ സാറാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് ഒക്കെ ആയിരുന്നു. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ദേവാനന്ദ് മുമ്പിൽ കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അല്ലെങ്കിൽ ഒരു ഡ്രീം ക്യാമ്പസ്, ഒരു ഡ്രീം കോഴ്സ് ഒക്കെ മനസ്സിലുണ്ടാവുമല്ലോ? ഇപ്പോൾ അലോട്ട്മെന്റ് വന്നായിരുന്നു, എനിക്ക് IIT ഖരഗ്പൂരിലാണ് വന്നത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. മെക്കാനിക്കലിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എടുക്കണം എന്നായിരുന്നു. അപ്പോൾ ഇപ്പൊ മെക്കാനിക്കൽ കിട്ടി, ഇപ്പൊ സന്തോഷം, ഹാപ്പിയാണ്. IIT ഖരഗ്പൂർ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി. യെസ്. അപ്പോൾ ഇനി നമുക്ക് പേരൻസിന്റെ അടുത്തോട്ട് അവരുടെ ഒരു അഭിപ്രായം കൂടെ ഒക്കെ ചോദിക്കാം. ദേവാനന്ദിന്റെ ഫാമിലി ഇപ്പോൾ നമുക്കിപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അച്ഛനിൽ നിന്ന് തുടങ്ങാം. സാർ നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് പത്മകുമാർ. എന്താ ചെയ്യുന്നത്? ഞാൻ ഗവൺമെൻറ് സർവീസിലാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ട ജില്ലയിലെ റിസർച്ച് ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണല്ലേ? പത്തനംതിട്ടയിലാണ്. അപ്പോൾ ദേവാനന്ദിനെ സംബന്ധിച്ച് ഇപ്പോൾ JEE അഡ്വാൻസിന് നല്ലൊരു റാങ്ക് ഉണ്ട്, JEE നല്ലൊരു ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കീമിന് 100% സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഇപ്പോൾ സാറിൻ്റെ ജോലിയുടെ ഒരു തിരക്കുണ്ടാവുമല്ലോ, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ജോലിയാണ്, അപ്പോൾ അതിൻ്റെ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മോൻ്റെ പഠിത്തത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആവാനൊക്കെ സാധിച്ചിട്ടുണ്ടോ, അതോ കൂടുതൽ അമ്മയായിരുന്നോ അതിൻ്റെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും അമ്മ തന്നെയാണ് അതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിക്കുക, പറയുക, അവനിങ്ങോട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ എല്ലാം ചില ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡിസ്കഷൻ മോഡ് ഞങ്ങളിവിടെ ഫാമിലി ആ രീതിയിൽ പോകാറുണ്ടായിരുന്നു. വൈഫ് കെമിസ്ട്രി അധ്യാപികയാണ്, ഞാനും മാത്സിൽ PG എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. അതെ. അതുകൊണ്ട് എല്ലാം തനിയെ തന്നെ കയറി വരാനുള്ളൊരു പിന്നെ കാലിബർ ഉണ്ടായിരുന്നു. മഞ്ജു. വർക്ക് ചെയ്യുന്നത് ഞാൻ തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ചെറുതിലെ തൊട്ടേ അവന് സയൻസും മാത്സിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും പറയുമായിരുന്നു, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പഠിച്ചാൽ ഈ ഒരു ലെവലിൽ പോകാം എന്ന് പറയുമായിരുന്നു. അപ്പോഴാണ് കൊറോണ വന്ന് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് കിട്ടാതെ വന്നപ്പം ഞാനിവിടെ ചോദിച്ചു ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് എടുത്ത് തരട്ടെ. അപ്പം ആദ്യം ഈ 9ാം ക്ലാസ്സിലൊക്കെ ആയപ്പം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് എടുത്ത് തന്നാൽ രാവിലെ കാണണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു അവന് ഉണ്ടായിരുന്നു, എക്സ്ട്രാ അല്ലേന്നോ. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, അത് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടു നോക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവൻ അതിനകത്ത് എനിക്ക് തോന്നുന്നു അഡിക്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ അത്ര നല്ല ക്ലാസ്സുകളായിരുന്നു, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, കഷ്ടപ്പെടുമായിരുന്നു. മണിക്കൂറുകളോളം ഇരുന്ന് മാത്സ് ഒക്കെ നന്നായിട്ട് ഒത്തിരി പ്രോബ്ലങ്ങൾ ചെയ്യുക. അവനൊരു ബുദ്ധിമുട്ടൊരിക്കലും പറഞ്ഞിട്ടില്ല നമ്മളോട്.
ഈ +1 +2 ആണെങ്കിലും സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ വന്ന ഉടനെ തന്നെ പിന്നെ അതിൻ്റെ എല്ലാം ചെയ്ത് അപ്പം നമ്മളാണ് ചിലപ്പം പറയുന്നത് കിടക്കുക അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ. അവനൊരിക്കലും അങ്ങനെ ഒരു കഷ്ടപ്പാടാണെന്ന് തോന്നിയിട്ടില്ല. അപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പിന്നെ ദൈവാനുഗ്രഹവും അതിൻ്റെ ഒരു റിസൾട്ടാണ്. ദേവാനന്ദന്റെ അമ്മൂമ്മ എന്താണ് പേര്? എൻ്റെ പേര് ശ്യാമള എന്നാ. കൊച്ചുമോന് എഴുതിയ പരീക്ഷകളിലെല്ലാം നല്ലൊരു മാർക്ക്. ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ ഉയർന്നു വന്നു. അപ്പോൾ അനിയനാണ്, അനിയന്റെ പേര് ദേവനാഥ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. എവിടെയാണ് ഈ സ്കൂളിലാണ്? പ്ലാസ്റ്റഡ് വിദ്യാലയം. ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ചേട്ടന്റെ ഒരു പാത പിന്തുടരാനുള്ള പ്ലാനിലാണോ? ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്നാലും ഇഷ്ടമാണ്. ചേട്ടൻ 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മോനും അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും ഒരു മേഖലയിലോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടോ? എഞ്ചിനീയറിംഗ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ഗൈഡൻസ് ഇനിയിപ്പോ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ദേവാനന്ദനി IIT ഖരഗ്പൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് അല്ലേ? അപ്പോൾ ഇനി അഡ്മിഷന്റെ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും അല്ലേ? അതിന് ഇടയിൽ ഇനി വിക്ടറി ഡേ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബ്രില്യന്റിലേക്ക് വരണം, അധ്യാപകരെയൊക്കെ കാണണം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും അത് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളെല്ലാം ഇതുപോലെ തന്നെ നല്ലൊരു വിജയം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ വലിയൊരു കരിയർ മേഖലയിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.